MSN ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ലാ ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു റയൽ മാഡ്രിഡ് വേഴ്സസ് സെൽറ്റോ വിഗോ. ഇന്നലത്തെ മത്സരത്തിൽ സെൽറ്റോ വിഗോ റയലിനെ 2 ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ സെൽറ്റോ വിഗോയ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് സ്വീഡ്ബർഗ് ആയിരുന്നു. അതും 53-ാമത്തെ മിനിറ്റിലും 90+3-ാമത്തെ മിനിറ്റിലുമായിരുന്നു ഇന്നലെ സെൽറ്റോ വിഗോയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ റയലിൻ്റെ സൂപ്പർ താരങ്ങളായിട്ടുള്ള എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ ഇവർക്ക് ഇന്നലത്തെ മത്സരത്തിൽ തിളങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് അവർക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരം ഒരു കാർഡുകളുടെ മത്സരമാണെമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇന്നലെ നിരവധി താരങ്ങൾക്കായിരുന്നു റെഡ് കാർഡും കണ്ട് പുറത്ത് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ജൂഡ് ബെല്ലിഹാമിന് യെല്ലോ കാർഡ് ലഭിച്ചു 62-ാമത്തെ മിനിറ്റിൽ. അതുപോലെ തന്നെ ഫ്രാൻസിസ്കോ ഗാർഷ്യയ്ക്ക് 64-ാമത്തെ മിനിറ്റിൽ 2 യെല്ലോ കാർഡ് കണ്ട് റെഡ് കാർഡ് കിട്ടി പുറത്ത് പോകേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെ റയലിൻ്റെ പരിശീലകനായിട്ടുള്ള സാബി അലോൺസോയ്ക്ക് യെല്ലോ കാർഡ്. അതുപോലെ തന്നെ കളിയുടെ 90-ാമത്തെ മിനിറ്റിലായിരുന്നു അൽവാരോ കെരേരസിന് റെഡ് കാർഡ് കണ്ട് പുറത്ത് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫെഡറിക്കോ വാൽവേർദെക്കും ഒരു യെല്ലോ കാർഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റോഡ്രിഗോക്കും യെല്ലോ കാർഡ്. ഒരു കാർഡുകളുടെ മത്സരമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇന്നലെ റയലിൻ്റെ മുന്നേറ്റ നിരയിൽ ഉണ്ടായിരുന്നത് കിലിയൻ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിഹാം, അതുപോലെ തന്നെ വാൽവർദെ, അർദ ഗുലർ എന്നിവരുണ്ടായിട്ട് പോലും ഇന്നലെ റയലിന് ഇന്നലത്തെ മത്സരം വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അത് റയലിന് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ലാ ലീഗ ടേബിളിൽ 2ാമത് മാത്രമാണ് റയൽ മാഡ്രിഡ് ഉള്ളത്. 16 മത്സരങ്ങളിൽ നിന്ന് 36 പോയിന്റ് മാത്രമാണ് ഇപ്പോൾ റയലിനുള്ളത്. ലാ ലീഗ ടേബിളിൽ 1ാമത് നിൽക്കുന്നത് അത് ബാഴ്സലോണയാണ്. 16 മത്സരങ്ങളിൽ നിന്ന് 40 പോയിന്റ് ആണ് ഇപ്പോൾ ബാഴ്സലോണയ്ക്കുള്ളത്. അതുപോലെ തന്നെ ബാഴ്സലോണയെ ഇനി മറികടക്കാൻ റയലിന് സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പല ആരാധകരും കാത്തിരിക്കുന്നത്. ഇനി വരും ദിനങ്ങളിൽ വരുന്ന മത്സരങ്ങളിൽ റയലിന് വിജയിച്ചാൽ മാത്രമേ ഇനി മുന്നോട്ട് കയറാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.